ദൈവനാമ മഹത്വം ഉണ്ടാകട്ടെ. ക്രിസ്തു യേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, അത്യുന്നതങ്ങളിൽ വാസം ചെയ്യുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ തിരുവചനം ശ്രദ്ധിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ സ്നേഹവന്ദനം. യഹോവയെ പ്രകീർത്തിക്കുവിൻ. അനുദിന ജീവിതത്തിൽ നമ്മുടെയും നമ്മുടെ പ്രിയപ്പെട്ടവരുടെയും കൊച്ചു കൊച്ചു നേട്ടങ്ങൾ പോലും പ്രകീർത്തിക്കുന്നവരും പുകഴ്ത്തുന്നവരുമാണ് നാം. നമ്മുടെ സംഭാഷണങ്ങളിൽ നമുക്കിഷ്ടപ്പെട്ട മേഖലകളിൽ പൊതുജന ശ്രദ്ധയാകർഷിക്കുന്ന പലതിൻ്റെയും അപദാനങ്ങൾ കടന്നു വരാറുണ്ട്. എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവജനമെന്ന് അഭിമാനിക്കുകയും ചെയ്യുന്ന നമുക്ക് നമ്മെ കരം പിടിച്ച് വഴി നടത്തുന്ന ദൈവത്തെ എത്രമാത്രം പ്രകീർത്തിക്കുവാൻ കഴിയുന്നുവെന്നുള്ള വസ്തുത പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അനുദിനം ദൈവത്തെ സ്തുതിക്കുന്നതിലും പുകഴ്ത്തുന്നതിലും ദൈവത്തിൻ്റെ മഹിമകൾ വർണ്ണിക്കുന്നതിലും ദാവീദിനെ പോലെ ഉത്സുകനായ മറ്റൊരാളെ തിരുവചനത്തിൽ കാണുവാൻ കഴിയുന്നില്ല. ഇസ്രായേലിൻ്റെ സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുമ്പോഴും താൻ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ഒരു ഇടയ ചെറുക്കനായിരുന്നുവെന്നും തനിക്ക് ആ സിംഹാസനം നൽകിയത് സർവശക്തനായ ദൈവമാണെന്ന് അവൻ മറന്നില്ല. മായാത്തതും മങ്ങാത്തതുമായ ആ പൂർവകാല സ്മരണ ദാവീദിന് ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവൻ മതിവരാതെ ദൈവത്തെ പ്രകീർത്തിക്കുകയും സ്തുതിക്കുകയും ചെയ്തത്. പിൽക്കാലത്ത് തൻ്റെ സിംഹാസനം നഷ്ടപ്പെട്ട് യഹൂദ മരുഭൂമിയിൽ ഉഴലുമ്പോഴും ദൈവത്തെ പ്രകീർത്തിക്കുകയും ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുകയും ചെയ്യുന്ന ദാവീദ് ദൈവജനത്തിൻ്റെ മഹത്തായ മാതൃകയാകണം. തൻ്റെ വാഴ്ചയുടെ ആരംഭത്തിൽ പഞ്ഞിനൂല് കൊണ്ടുള്ള അങ്കി മാത്രം ധരിച്ച് താൻ ഇസ്രായേലിൻ്റെ രാജാവാണെന്നുള്ളത് മറന്ന് യഹോവയുടെ പെട്ടകത്തിന് മുമ്പിൽ പൂർണ്ണ ശക്തിയോട് കുതിച്ച് നൃത്തം ചെയ്ത ദാവീദിൽ ദൈവിക സ്തുതി അതിൻ്റെ അത്യുച്ച കോടിയിൽ പ്രകടമായിരുന്നു. അവസാനത്തെ 5 സങ്കീർത്തനങ്ങൾ യഹോവയെ സ്തുതിക്കുവിൻ എന്ന ആഹ്വാനത്തോടെ ആരംഭിക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കേണ്ടതിൻ്റെ ആവശ്യകത കൂടുതൽ വ്യക്തമാകുന്നു. സൂര്യചന്ദ്രന്മാരോടും നക്ഷത്രങ്ങളോടും ഈ പ്രപഞ്ചം മുഴുവനോടും യഹോവയെ സ്തുതിക്കുവാൻ ആജ്ഞാപിക്കുന്ന ദാവീദ് വാദ്യഘോഷങ്ങളോടും നൃത്തത്തോടും കൂടെ യഹോവയെ പ്രകീർത്തിക്കുവാൻ ഏവരെയും ആഹ്വാനം ചെയ്യുന്നു. മാത്രമല്ല, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഉണ്ടായിരിക്കുമെന്ന് ദാവീദ് വിളംബരം ചെയ്യുന്നുമുണ്ട്. ദൈവത്തിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന ഓരോരുത്തർക്കും ദാവീദിനെ പോലെ അത്യുന്നതനായ ദൈവത്തെ വാഴ്ത്തുവാനും പുകഴ്ത്തുവാനും സ്തുതിക്കുവാനും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.